നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് വൂം ഹീലിങ്ങിനെ പറ്റിയാണ്, അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. വൂം ഹീലിംഗ് എന്താണ് എന്നറിയുന്നതിന് മുൻപ് അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയണം. അതായത് ഒരു വ്യക്തി, അതായത് ഒരു മനുഷ്യജീവൻ, ഒരു സോള് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സോള് കൊണ്ടുവരുന്നത് അതിൻ്റെ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മയും എക്സ്പീരിയൻസ്, ഫീലിങ്സ്, നോളജ്, ഇതൊക്കെയാണ്. അതായത് അതിൻ്റെ പാസ്റ്റ് ലൈഫിൽ അതെന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം അറിവ് നേടിയിട്ടുണ്ടോ. അറിവെന്ന് പറയുമ്പോൾ സോളിൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ കർമ്മ, ഇതൊക്കെ കൊണ്ടാണ് വരുന്നത്. സോ അതിൻ്റെ പാസ്റ്റ് ലൈഫ് കർമ്മ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു സോള് എങ്ങനെയുള്ള വൂം, അതായത് ഏത് തരത്തിലുള്ള യൂട്രസിലേക്ക് പോകണം, എങ്ങനെയുള്ള ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം അതിൻ്റെ കർമ്മ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ റീപേ ചെയ്യേണ്ടതുണ്ട്. നമ്മളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളും തമ്മിലൊരു കർമ്മ കണക്ഷനുണ്ട്. ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളിലേക്ക് തന്നെ വരുന്നത്, നമ്മളെ തേടി വരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ പൂർവികരെന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും, അതായത് എത്ര ജനറേഷന് മുൻപുള്ളതായാലും നമ്മളിലേക്ക് അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാകും. അവരുടെ DNA ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അവരുടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു അംശം നമ്മളിലേക്കും എത്തുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ മുതുമുത്തശ്ശൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, അതുപോലെയാണ് ഈ കുട്ടി പാട്ട് പാടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ മുതുമുത്തശ്ശന്മാരോ അല്ലെങ്കിൽ മുതുമുത്തശ്ശിയോ നടക്കുന്ന രീതിയാണ്, അവരുടെ സംസാര രീതിയാണ്, അവരുടെ കഴിവുകളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അതുപോലെ തന്നെ നേരെ മറിച്ച് മുത്തശ്ശൻ്റെ അതേ ദേഷ്യമാണ് ഇവന് കിട്ടിയിട്ടുള്ളത് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ നെഗറ്റീവായതും പോസിറ്റീവായതുമായ പല കാര്യങ്ങളും, അതവരുടെ ക്യാരക്ടറാവാം, അവരുടെ ടാലൻസ് ആവാം, അവരുടെ രൂപസാദൃശ്യമാവാം, അവരിലുണ്ടായിരുന്ന അസുഖങ്ങൾ വരെ ആവാം. ഏത് രീതിയിലും നമ്മളിലേക്ക് വരാം. കാരണം അവരുമായിട്ട് നമുക്കൊരു കണക്ഷനുണ്ട്, ഒരു DNA കണക്ഷനുണ്ട്. സോ അവരിൽ നിന്നും നമ്മളിലേക്ക് വരുന്നതും, ഇനി നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ പൂർവികരിൽ നിന്നും വരുന്നതും, അതുപോലെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു സോള് ഒരു ഫീറ്റസായി, ഒരു ഭ്രൂണമായി യൂട്രസിൽ എത്തിച്ചേരുന്ന നിമിഷം തൊട്ട് അതാർജിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനിതക കർമ്മം എന്ന് പറയും. അമ്മയുടെ വയറ്റിൽ നിന്നും അത് നേടിയെടുക്കുന്ന കാര്യങ്ങൾ, അമ്മയുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് തരം ഫീലിങ്സ് ആണെങ്കിലും, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം കുഞ്ഞിനെ അതേ ഡെപ്തിൽ ബാധിക്കുന്നു. അതിനുശേഷം ഒരു കുഞ്ഞ് ജനിച്ച് പുറത്ത് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. അതിൻ്റെ ചുറ്റിലും എന്തൊക്കെയാണോ നടക്കുന്നത്, അതെല്ലാം ഒരു സ്പോഞ്ചിന് ചുറ്റും വെള്ളം ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതെല്ലാം അത് അബ്സോർബ് ചെയ്യും. എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റുമോ അത്രയും അത് വലിച്ചെടുക്കും. അതേപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും. അത് ജനിച്ചാലും അതുപോലെ തന്നെ ഇത് യൂട്രസിലുള്ള സമയത്തും സെയിം ആണ്. അമ്മ കരയുന്ന സമയത്ത് കുഞ്ഞിനും അതേ ഫീലിങ്സ് കിട്ടുന്നു, അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അതേ ഫീലിങ്സ് കിട്ടുന്നു. സോ നമ്മുടെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ്,
നമ്മൾ അനുഭവിച്ച, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ പൂർവികരിൽ നിന്നും കൈമാറി വരുന്ന, പാസ്റ്റ് ലൈഫിൽ നിന്നും കിട്ടുന്ന ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ട്രോമാസ് നമ്മുടെ വൂമ്പിലാണ് പോയി കിടക്കുന്നത്. സോ ഈ ഒരു കാര്യത്തെ ക്ലിയർ ചെയ്യുന്നതിനാണ് വൂം ഹീലിംഗ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് നമ്മൾ വൂം ഹീലിംഗ് ചെയ്യുന്നത്? എങ്ങനെ ചെയ്യണം? ഈ വൂം ഹീലിംഗ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വൂം അഥവാ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയിലേക്കാണ് ഈ ഡീപ്പ് ഇമോഷൻസ്, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ട്രോമാസൊക്കെ പോയി കിടക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ചക്രങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി, അതിൻ്റെ ശക്തിയെപ്പറ്റി, അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ബ്ലെസ്സിങ്സിനെ പറ്റി. നമ്മുടെ 7 മേജർ ചക്രാസിൽ റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സകല തലത്തിലെയും അടിസ്ഥാനമായിട്ട് പറയുമ്പോൾ സ്വാധിഷ്ഠാന ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ഒരുവന് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ സകല മൂലകാരണങ്ങളും സകല ശക്തിയും ഉൾക്കൊള്ളുന്ന ഇടമാണ് സ്വാധിഷ്ഠാന ചക്ര. ഒരു വ്യക്തിക്ക് തൻ്റെ സ്വാധിഷ്ഠാന ചക്രയെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ഗുണങ്ങൾ, അവനിലേക്ക് വരുന്ന ക്രിയേറ്റിവിറ്റി, അവൻ്റെ ടാലൻറ്റ്, ചുറ്റുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാനും അതിൽ നിന്നെല്ലാം സന്തോഷിപ്പിക്കാനും സന്തോഷം കണ്ടെത്താനും കിട്ടുന്നൊരു കഴിവ്, അവരുടെ ക്രിയേറ്റിവിറ്റി, അതിലൂടെ അവർക്ക് നേടുന്ന നേട്ടം ഉണ്ടാവുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. സ്വാധിഷ്ഠാന ചക്രയുടെ ശക്തിയെപ്പറ്റി നമുക്ക് പറഞ്ഞാൽ തീരില്ല, അതിൻ്റെ പവർ. എല്ലാവരും ചോദിക്കും, നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര മീൻസ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഓരോ ചക്രയ്ക്കും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ എല്ലാവരും വിചാരിക്കും സ്വാധിഷ്ഠാന ചക്ര വീക്കായി കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും, കഴിഞ്ഞു. പക്ഷേ ഒരുവൻ്റെ സ്വാധിഷ്ഠാന ചക്രയുടെ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുക, അതാണായാലും പെണ്ണായാലും നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം, ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുക. നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രയുടെ പവർ എന്ന് പറയുമ്പോൾ, ആ ശക്തിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ, ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ക്രിയേറ്റിവിറ്റി മാത്രമാണ്. സോ ആ ഒരു എനർജി സെൻറ്റർ, സ്വാധിഷ്ഠാന ചക്രയുടെ എനർജി എന്ന് പറയുന്നത്, നമുക്ക് എന്തിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും അവിടെ ഈ ഒരു എനർജി സെൻറ്റർ ആക്ടിവേറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവാം. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവാം, എന്തെങ്കിലും ചെയ്യണം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടെങ്കിലും നിങ്ങളതിൽ പോളിഷ്ഡ് ആവില്ല, അല്ലെങ്കിൽ തെളിഞ്ഞു വരാത്തൊരവസ്ഥ. അതിൻ്റെ മെയിൻ കാരണം ഈ സ്വാധിഷ്ഠാന ചക്രയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ മൂടിക്കെട്ടിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഈ ട്രോമാസ്, ഡീപ്പ് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ്, ഇതെല്ലാം കൂടി. അതും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സോള് നെക്സ്റ്റ് ബർത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ലൈഫിൽ തന്നെ ഒരു സോള് ചെയ്യുന്ന ഒരുപാട് കാർമിക എഫക്റ്റുകളുണ്ടാവും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനോടൊപ്പമാണ് പൂർവികരുടെയും കൂടി അത് കൊണ്ടുവരുന്നത്. അതിനോടൊപ്പമാണ് ഒരമ്മയുടെ വയറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ലൈഫ് എന്താണെന്ന് നമുക്കറിയില്ല, നമ്മുടെ പൂർവികരുടെ കർമ്മ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ പ്രഗ്നൻ്റായി ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഇതിലെ ഏറ്റവും വലിയൊരു രസകരമായ കാര്യവും അതേപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ കാര്യം തോന്നുന്നത്, രസകരമായത് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം. അതായത് ഒരു മെച്യൂർഡായിട്ടുള്ള ഒരാളിന്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കറിയാം ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കണം, അവർക്ക് നല്ല ഫുഡ് വേണം, നല്ല മെഡിസിൻസ്, നല്ലൊരു അന്തരീക്ഷം, നല്ല സാഹചര്യങ്ങളും നല്ല എക്സ്പീരിയൻസും കൊടുക്കുക.
ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിലെ മോശം കാര്യം, ഈ അറിയുന്ന ആളുകൾ തന്നെ ഇവരോട് ഏറ്റവും മോശമായി പെരുമാറുന്നു, ഏറ്റവും മോശമായ അവസ്ഥ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ വൂം ഹീലിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യാനുള്ളൊരു കാരണം തന്നെ ഒന്നിൽ കൂടുതൽ, ഒന്നും രണ്ടും എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരുപാട് കുട്ടികളുടെ കേസ് നിരന്തരമായിട്ട് ഇപ്പോൾ ഹീലിങ്ങിന് വരുന്നുണ്ട്. കുട്ടികളുടെ കേസ് എന്ന് പറയുമ്പോൾ അവർക്കുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായതോ അല്ല. ഇമോഷണലി കുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാനസികമായി കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ബിഹേവിയർ പ്രോബ്ലം, അനാവശ്യമായ ഭയങ്ങൾ, അനാവശ്യമായി വാശി പിടിക്കുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് അകാരണമായി ദേഷ്യപ്പെടുക, പബ്ലിക്കലി എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഇങ്ങനെ ഒരുപാട് കേസ് കുട്ടികളുടെ കാര്യമാണ്. അവർക്ക് സംസാരിക്കാൻ പേടിയാവുക, ചില ആളുകൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടിയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഫുൾ ടൈം അമ്മയുടെ കൂടെ മാത്രമുള്ള കുട്ടികൾ, ഫുൾ ടൈം രാത്രി ഉറങ്ങാത്ത കുട്ടികൾ. ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരെ സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അവരുടെ ഹിസ്റ്ററിയും കൂടെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ സാക്രൽ ചക്ര വീക്കാണ്. അതായത് ആ കുട്ടിയുടെ സാക്രൽ ചക്ര അവരുടെ വൂമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരിലും, അതാണ് എനിക്ക് ഏറ്റവും വളരെ മോശമായ അവസ്ഥ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരാൾ പോലും ഒഴിയാതെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, പ്രഗ്നൻസി പീരീഡ് വളരെ മോശമായിരുന്നു മാം എന്നാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റ് ലൈഫ് നമുക്കറിയില്ല, നമ്മുടെ പൂർവികരുടേത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് പീരീഡ്സിൻ്റെ സമയത്തും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഒരേ സമയം പെട്ടെന്നായിരിക്കും മാറ്റം വരിക. ഒരു 2 മിനിറ്റ് കൊണ്ട് അവർ മാറി വേറൊരാളായി മാറിയിട്ടുണ്ടാവും. എപ്പോഴാണ് അവർ പൊട്ടിത്തെറിക്കുക, എപ്പോഴാണ് അവർ സൈലൻ്റായിട്ടിരിക്കുക, ചില സമയം ചുമ്മാ ഇരുന്ന് കരയുന്നുണ്ടാവും, ചില സമയം ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ രീതിയിൽ പെരുമാറുന്നത്? അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ക്ലാസ്സുകളും കൗൺസിലിങ്ങും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. എല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്കുക. ഞാൻ ഈ സംസാരിച്ച കേസിൽ എല്ലാ കേസിലും ഞാൻ കോമൺ ആയിട്ട് കണ്ടത്, ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ കെയറിങ്ങോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി വേറെ കോമൺ ആയിട്ട് കാണുന്നതാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ സഹകരണങ്ങളോ ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ ബോഡി എത്രമാത്രം വീക്കായിരിക്കും. അവർ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ വീക്കായിട്ടുള്ള സമയമാണ്. ഒരു കുഞ്ഞെന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെയോ ഒരു വീട്ടിലുള്ളതോ ഒരു സ്വത്തല്ല, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു റിസോഴ്സാണ് ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത്, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. സോ എത്രത്തോളം നല്ല ആൾക്കാരെ നമുക്ക് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് ആ അമ്മയുടെ അവസ്ഥയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിലുണ്ടാവും ചില കുട്ടികൾ അനാവശ്യമായി വാശി പിടിക്കുന്നത്, ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്? അവരുടെ അമ്മയുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ, അതായത് ഈ കുഞ്ഞ് ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് ആ അമ്മ ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ കറക്റ്റാണ്. കാരണം അവരടുത്ത് മറ്റുള്ളവർ ബിഹേവ് ചെയ്ത രീതി അതാണ്. അതായത് ഒന്നുകിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുക, അതായത് സ്വന്തം ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ. ഇവിടെ ഏറ്റവും വലുത് എടുത്തു പറയേണ്ടുന്നത്, നമ്മളൊരു കുഞ്ഞ് ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ആചാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
ആചാരങ്ങൾ, അതായത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്താ പറയുക, നമ്മുടെ കുടുംബ ബലവും അതിൻ്റെ ഒരു പവറും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടാണ് ഇവരെല്ലാവരും ഇതിനെ കാണുന്നത്. ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിക്കുന്നില്ല. സോ ഡൗറി പ്രശ്നം പറഞ്ഞിട്ടും അത് പോരാണ്ട് വളരെ മോശമായ രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കുക, പിന്നെ ഈ ജനിക്കാൻ പോണ കുഞ്ഞിൻ്റെ പേരിൽ ഇഷ്യൂ ഉണ്ടാക്കുക. സോ അതൊക്കെ എന്തുമാത്രം ഡീപ്പായിട്ടാണ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയെയും അതുപോലെ തന്നെ ആ കുഞ്ഞിനെയും ബാധിക്കുന്നതെന്ന് ഈ എല്ലാം അറിയുന്ന ആൾക്കാർക്ക് തന്നെ അറിയില്ല. അതാണ് ഏറ്റവും മോശമായ അവസ്ഥ. സോ ഇവർ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഓപ്പണായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ സംശയം തീർക്കാനുള്ള ഒരു പ്രൈവസി ഇവർക്ക് അത് കിട്ടുന്നില്ല. അത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ പിന്നെ പറയണ്ട മാം, കാരണം നമുക്ക് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. ആ സമയം ആദ്യമായിട്ട് ഗർഭിണിയാകുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിങ്ങനെയാണ് എന്നുള്ളത്. സോ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എന്താ ഇങ്ങനെ, നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ മെൻ്റലി ഉള്ള, ഫിസിക്കലി, ഇമോഷണലി എല്ലാം നമുക്ക് മാറ്റങ്ങളാണ്. അപ്പം ഒരു ഡോക്ടറെ അടുത്ത് നമുക്കൊന്ന് ഓപ്പണായിട്ട് ചോദിക്കാൻ വരെ പറ്റില്ല. കാരണം കൂടെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടാവും, അല്ലെങ്കിൽ കൂടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടായിരിക്കും ഒരുമിച്ചിട്ട് വരുന്നുണ്ടാവുക. ഈ ഒ പിയിൽ വരെ ഇവർ കയറുന്ന സമയത്ത് നമുക്ക് ഓപ്പണായിട്ടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഈവൻ ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ തീരുമാനിക്കുക ഇവരായിരിക്കും. ഏറ്റവും പേഴ്സണലായിട്ടുള്ള, അതായത് നിങ്ങൾ ഒന്ന് അടുത്തിരിക്കാൻ പാടില്ല ഈ സമയത്ത്, അല്ലെങ്കിൽ കൂടെ കിടക്കാം, ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്നത് കുടുംബത്തിലെ മറ്റുള്ളവരാണ്. അത് എത്രമാത്രം മോശമായിട്ടാണ് ഈ ഒരു ലേഡിയെയും ആ കുഞ്ഞിനെയും ബാധിക്കുന്നതെന്ന് ചുറ്റുമുള്ള ആളുകൾ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ, വിഷമങ്ങൾ, ഡിപ്രഷൻ, അതുപോലെ ആ ഒരു ടൈമിൽ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ട്രോമാസ്, ഇതെല്ലാം ഈ കുട്ടിയെ നല്ല രീതിയിൽ ബാധിക്കും. നല്ല രീതിയിലെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ. സോ ദയവായി ഇത്തരം സാഹചര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രത്തോളം സന്തോഷമുണ്ടോ അത്രയും സന്തോഷം നിങ്ങൾ കൊടുക്കുക. സ്നേഹിക്കുക, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അതുതന്നെയാണ് ഏറ്റവും വലുത് ഈ സമയത്ത്. കാരണം ഒരുപാട് കുട്ടികളെ ഈ ഹീൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ആ ലേഡി അനുഭവിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. ചിലപ്പോൾ അവരുടെ കർമ്മയാണ്, ചിലപ്പം നല്ല അവരുടെ കർമ്മയാവാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളെല്ലാം പോയി നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയാണ്. സോ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൂം ഹീലിംഗ് ചെയ്യുന്നത്. അതുതന്നെയാണ് വൂം ഹീലിങ്ങിൻ്റെ പ്രാധാന്യവും. നമ്മൾ ഈ വൂം ഹീലിംഗ് ഒക്കെ ചെയ്ത് അത് കറക്റ്റ് ഒരു 21 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ എഫക്റ്റീവായിരിക്കും. ഇനി റേക്കിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സാക്രൽ ചക്രയിൽ നന്നായിട്ട് ഹീലിംഗ് ചെയ്യുക. അങ്ങനെ ഒരു ഡീപ്പ് ഇമോഷൻസ്, നമുക്കറിയാമല്ലോ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, നമ്മളെപ്പോലെ വേറെ ആർക്കും അറിയില്ല നമ്മുടെ കാര്യങ്ങൾ. സോ റേക്കിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് സാക്രൽ ചക്ര ഹീൽ ചെയ്യുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഹീൽ ചെയ്തത് ക്ലിയർ ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഹൈ ആവും. നമ്മുടെ ടാലൻ്റൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ടാലൻ്റ് ഉള്ളവരാണ് നമ്മൾ. പക്ഷെ അതെല്ലാം ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്, നമുക്ക് അറിയില്ല. കാരണം ഈ ഒരു ബ്ലോക്ക് കൊണ്ട്. സോ ഈ ബ്ലോക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്കുള്ള ടാലൻസും നമ്മുടെ കഴിവുകളും മനസ്സിലാക്കി, നമ്മുടെ പാഷൻ മനസ്സിലാക്കി അതിലേക്ക് നമ്മളൊരു വരുമാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ലിക്കാവും. കാരണം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈശ്വരൻ തന്ന കഴിവുകളാണ്. സോ അതിന് നമ്മൾ പോളിഷ് ചെയ്താൽ തീർച്ചയായും നമുക്കതിൽ പേരും പ്രശസ്തിയും സമ്പത്തും എല്ലാ രീതിയിലുള്ള ഉയർച്ചയും നമുക്ക് വരും. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സാധിക്കും. സോ വൂം ഹീലിംഗ് ചെയ്യേണ്ടത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്.
എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഏതൊരാളുടെ ഉള്ളിലും ഹിഡൻ ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഡീപ്പ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യണം. കാരണം അത് ക്ലിയർ ചെയ്താലാണ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റ് ആവത്തുള്ളൂ. സോ അത് തന്നെയാണ് വൂം ഹീലിങ്ങിൻ്റെ പ്രാധാന്യവും. സോ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓൾറെഡി വൂം ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരും, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത്. സോ ഒരു മെഡിറ്റേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്, വിത്ത് റേക്കി. അതായത് റേക്കി കൂടെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിരിക്കും. സോ അതും കൂടെ ആലോചിക്കുന്നുണ്ട്. സോ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.